Welcome to the I Plus Training Solutions. Mass Communication and Journalism PYQ discussion. 2025 ജൂണിൽ നടന്ന NTA എക്സാമിൻ്റെ ഫസ്റ്റ് 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. 51 തുടങ്ങിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 51 തുടങ്ങിയുള്ള ആദ്യത്തെ 25 ക്വസ്റ്റ്യൻസിൽ ഒരു ഓൾമോസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് ബിഫോർ എക്സാംസിൽ ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല, ഫ്രഷ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് അതിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലിയർ ആയിട്ട് കേട്ട് മാർക്ക് അതിൻ്റെ കറക്റ്റ് ആൻസേഴ്സ് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 51. Under Section 13 of Press Council of India Act 1978, the objectives of the PCI are. Press Council of Indiaയുടെ ഒബ്ജക്റ്റീവ്സ് ഏതെല്ലാമാണെന്നാണ് സെക്ഷൻ 13 ഓഫ് ദ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് 1978 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെല്ലാമാണ് കറക്റ്റ് ആയിട്ടുള്ള PCIയുടെ ഒബ്ജക്റ്റീവ്സ്, അതിൽ ഏതാണ് അല്ലാത്തത് എന്നത് നമ്മൾ കണ്ടുപിടിക്കണം. അതനുസരിച്ചിട്ടാണ് അതിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ 1, ടു പ്രൊട്ടക്ട് ദ ഫ്രീഡം ഓഫ് ദ പ്രസ്. അത് അതിൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് ആണ്, ഫ്രീഡം ഓഫ് ദ പ്രസ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. ദെൻ നെക്സ്റ്റ്, ടു മെയിൻറ്റെയിൻ ആൻഡ് ഇംപ്രൂവ് ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ന്യൂസ് പേപ്പർ ആൻഡ് ന്യൂസ് ഏജൻസീസ്. PCIനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ന്യൂസ് പേപ്പർ എന്തെല്ലാം പബ്ലിഷ് ചെയ്യണം, അല്ലെങ്കിൽ ന്യൂസ് ഏജൻസീസ് എത്രമാത്രം ക്രെഡിബിലിറ്റി ഉള്ള ന്യൂസ് ആണ് സർക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരു സ്റ്റാൻഡേർഡ് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരം ഒരു റൂൾസ് ആൻഡ് സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ, ടു conduct a research and express opinion to the government in regard to enable and law concerning the press. അതേസമയം ഓരോ കാലഘട്ടങ്ങൾ കഴിയുമ്പോഴും നമ്മളുടെ പ്രസ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം കറക്റ്റ് ആണോ, അല്ലെങ്കിൽ അതിനനുസരിച്ച് എങ്ങനെയെല്ലാം ലോ പരിഷ്കരിക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെ ആ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഗവൺമെന്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് അല്ലെങ്കിൽ ഗവൺമെന്റിന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒപ്പീനിയൻ പോളിനോ അല്ലെങ്കിൽ മീഡിയയുടെ സപ്പോർട്ട് ആവശ്യമായിട്ട് വരുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ റിസർച്ച് ചെയ്യുക, അതിനെ ഗവൺമെന്റിനെ ഹെൽപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി PCI ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടാണ് വരുന്നത്. ടു കണ്ടക്ട് റിസർച്ച് ആൻഡ് എക്സ്പ്രസ് ഒപ്പീനിയൻ ടു ദ government in regard to enable and law concerning the press. Then next option, constitute a special committee to make on the spot settlement of complaints against the press. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രസ്സിനെ അഗെയിൻസ്റ്റ് ആയിട്ട്, ഏതെങ്കിലും ഒരു മീഡിയയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കേസ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയിലേക്ക് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓൺ ദി സ്പോട്ട് ആയിട്ട് ആ ഒരു ഇഷ്യൂവിനെ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കമ്മിറ്റി അവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന 4 കാര്യങ്ങളും കറക്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആയിട്ടാണ് വരുന്നത്. ഇതിനെപ്പറ്റി സെക്ഷൻ 13 പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ഫസ്റ്റ് 1, സെക്കൻഡ് 1, തേർഡ് 1, ഇതിലെല്ലാം 3 ഓപ്ഷനാണുള്ളത്. അപ്പോൾ നമുക്ക് പലർക്കും അങ്ങനെ ഒരു ഡൗട്ട് തോന്നിയേക്കാം, ചിലപ്പോൾ ഈ 4 എന്നുള്ളതായിരിക്കും ചിലപ്പോൾ റോങ് ആൻസർ. കാരണം ആദ്യത്തെ 3 ഓപ്ഷൻ അല്ലേ ഉള്ളൂ, അപ്പോൾ മിക്കവാറും C ഒക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ഒഴിവാക്കാം എന്നൊക്കെ തോന്നാം. പക്ഷെ ഇതിലൊന്നും ഒഴിവാക്കാനായിട്ടില്ല, ഈ 4 ഓപ്ഷനും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ 4 ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 52. Arrange the video editing software in chronological order of their development or launch beginning from the first. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യന് നമ്മൾ മുമ്പ് അധികം ഡിസ്കസ് ചെയ്യാത്തതാണ്. അപ്പൊ ഇതിനെ ഒരു ചെറിയ വേരിയേഷനോട് കൂടിയിട്ടൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാനായിട്ട് പറ്റും.
ചെറിയ വേരിയേഷനോടൊക്കെ മുമ്പും ചോദിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടല്ല. ഇതിൽ ഓപ്ഷൻ ആയിട്ട് തന്നിരിക്കുന്നത് അഡോബ് പ്രീമിയർ പ്രോ, ഫൈനൽ കട്ട് പ്രോ, FCP, പിനാക്കിൾ സ്റ്റുഡിയോ, അവിഡ് മീഡിയ കമ്പോസർ, ബ്ലെൻഡർ, ഈ 5 എഡിറ്റിംഗ് സോഫ്റ്റ്വെയറും അതിന്റെ ലോഞ്ച് ചെയ്ത അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്ത അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ബിഗിനിങ് ഇയറിന്റെ ബേസിൽ ഇതിനെ ക്രോണോളജിക്കൽ ഓർഡർ ആയിട്ട് സീക്വൻസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ആദ്യം ഏതാണ് ഡെവലപ്പ് ചെയ്ത് വന്നത് എന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ചിട്ടാണ് നമുക്ക് അതിനെ ആ ഓർഡർ ആയിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ ഒരു ആൻസർ വരുന്നതെന്ന് നോക്കാം. ഇതിൽ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ഓപ്ഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ഏത് വന്നു ലാസ്റ്റ് ഏത് വന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയാലും മതി. അപ്പൊ പിന്നെ നമുക്ക് ഇതിൽ നിന്നൊരു ഓപ്ഷൻ ഈസി ആയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. എന്നാലും നമുക്ക് അതിന്റെ ഓരോന്നിന്റെ ഒരു ഹിസ്റ്ററി നോക്കാം. ഇതില് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നതിൽ അവിഡ് മീഡിയ കമ്പോസർ അതാണ് ഫസ്റ്റ് വരുന്നത്. ലാസ്റ്റ് വരുന്നത് അഡോബ് പ്രീമിയർ പ്രോ. ഇന്ന് ഈ ഒരു പ്രസന്റ്ലി നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് FCPയും അഡോബ് പ്രീമിയർ പ്രോയുമാണ്. ഈ FCP തന്നെ അല്ലെങ്കിൽ പ്രീമിയർ തന്നെ അഡോബ് പ്രീമിയറും ഉണ്ട്, അഡോബ് പ്രീമിയർ പ്രോയും ഉണ്ട്. അപ്പൊ ഇതെല്ലാം വരുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഇയേഴ്സിലാണ്. നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വേർഷൻ നോൺ ആസ് അവിഡ് വൺ മീഡിയ കമ്പോസർ was publicly demonstrated at the NAB conference in April 1988. ഇത് ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഏപ്രിൽ 1988 അവിടെ വരുന്നത്. It was officially released in 1989 for the Macintosh 2nd, representing one of the earliest commercial non-linear editors. എല്ലാം non-linear editing സോഫ്റ്റ്വെയറുകൾ തന്നെയാണ്. അപ്പോൾ ഇതിനെയാണ് ഒരു ഏർലിയസ്റ്റ് കൊമേഴ്സ്യൽ നോൺ ലീനിയർ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയിട്ട് പറയുന്നത്. ദ ഫസ്റ്റ് സിസ്റ്റം വാസ് സോൾഡ് ഇൻ ഡിസംബർ 1989. ഇതിൽ ആദ്യത്തെ സിസ്റ്റം തന്നെ 1989 സെയിൽ ചെയ്യുന്നത്, മാർക്കിംഗ് ദ ട്രൂ കൊമേഴ്സ്യൽ ലോഞ്ച് ഓഫ് മീഡിയ കമ്പോസർ. അപ്പൊ ഇതിലൊരു 1988-89 ആ ഒരു കാലഘട്ടത്തിലാണ് അവിഡ് മീഡിയ കമ്പോസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് Blender. Blender origin as in-house software developed by Neo Geo, a Dutch animation studio. ഇതൊരു ഡച്ച് കമ്പനി അല്ലെങ്കിൽ ഡച്ച് ആനിമേഷൻ സ്റ്റുഡിയോയുടെ ഭാഗമായിട്ടാണ് അവരാണ് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബ്ലെൻഡർ അതൊരു ഇൻഹൗസ് സോഫ്റ്റ്വെയർ ആണ്. ഇൻഹൗസ് സോഫ്റ്റ്വെയർ എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് ആർക്ക് വേണ്ടി കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണത്. അതിന്റെ ടൺ റൂസെൻഡാൽ ആണ് ഇതിന്റെ ലീഡ് ഡെവലപ്പർ. ദെൻ പർപ്പസ് ഇന്റേണൽ ടൂൾ ഫോർ 3D ആനിമേഷൻ ആൻഡ് വിഷ്വൽ എഫക്റ്റ്. ഫസ്റ്റ് ഡെവലപ്മെന്റ് ബിഗാൻ ജാനുവരി 1995. അപ്പോൾ 1888-ലും 89-ലും ഒക്കെ ആയിട്ടാണ് അവിഡ് വരുന്നത്. ദെൻ ബ്ലെൻഡർ വരുന്നത് 1995-ല്. Then Pinnacle Studio 1.0 released in 1997-1998. Originally blended with Pinnacle's DC-10 plus analog capture card for Windows PC. ഇത് വിൻഡോസ് PC പേഴ്സണൽ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ ഒപ്പം തന്നെ പിനാക്കിളിന്റെ DC-10 plus അനലോഗ് ക്യാപ്ചർ കാർഡ് എല്ലാം ഇതിന്റെ ഒപ്പം തന്നെ കിട്ടിയിരുന്നു. ടാർഗറ്റഡ് അറ്റ് ഹോം വീഡിയോ എഡിറ്റേഴ്സ്, offering one of the first consumer-friendly non-linear video editing tools. ഇതിൽ ബ്ലെൻഡർ വരുന്നതും ഒരു ഇൻഹൗസ് എഡിറ്റിംഗ് ടൂൾ ആയിട്ടാണ്. അതുപോലെ തന്നെ പിനാക്കിളും കൺസ്യൂമർ ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ എഡിറ്റർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നോൺ ലീനിയർ എഡിറ്റിംഗ് ടൂളാണ്. ദെൻ ഇനി FCPനെ നോക്കുകയാണെങ്കിൽ, അപ്പോൾ ഇതിലിപ്പോ നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് FCP പ്രോ ആണ്. സോറി, ഫൈനൽ കട്ട് പ്രോ എന്നാണ് അതിൻ്റെ ഒരു ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഇതിന്റെ പല വേർഷൻസ് വരുന്നുണ്ട്. ഫൈനൽ കട്ട് പ്രോ 1.0, ഫൈനൽ കട്ട് പ്രോ
എക്സ്, അത് 10.0. ദെൻ ഫൈനൽ കട്ട് പ്രോ ഫോർ ഐപാഡ്. അപ്പോൾ ഐപാഡിൽ യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മറ്റേ അതിൻ്റെ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനൊക്കെ ഇറങ്ങിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഷൻസ് അപ്ഡേറ്റഡ് ഫോർമാറ്റിൽ വരുമ്പോൾ അതിൻ്റെ ഇയർ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഫൈനൽ കട്ട് പ്രോ 1.0 ലോഞ്ച് ഡേറ്റ് April 1999 ആണ്. അത് നോൺ ലീനിയർ എഡിറ്റിംഗ് ഫോർ മാക്കിന് വേണ്ടിയിട്ട് പ്രത്യേകം അതിനെ പറ്റിയ തരത്തിലേക്കാണ് അതിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദെൻ ഫൈനൽ കട്ട് പ്രോ എക്സ് 10.0 June 21st, 2011 ഫുൾ റീഡിസൈൻ 64-bit മാഗ്നറ്റിക് ടൈം ലൈൻ. മാഗ്നറ്റിക് ടൈം ലൈനൊക്കെയാണ് അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ എഡിറ്റിംഗ് ചെയ്യുന്നവർക്കൊക്കെ മനസ്സിലാവുക. ടൈം ലൈനിൽ നമ്മൾ ഇടയിൽ നിന്ന് എന്തെങ്കിലും ഒരു സീനോ ഒരു വീഡിയോയോ ഒക്കെ എടുത്ത് മാറ്റി കഴിയുമ്പോൾ ചില എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളിലൊക്കെ നമുക്ക് ആ ഒരു സീനിനെ എടുത്ത് അതിൻ്റെ ബിഫോർ അല്ലെങ്കിൽ ആഫ്റ്റർ ആയിട്ടുള്ള ആ ഒരു പോർഷനിലേക്ക് ചിലപ്പോൾ നമ്മൾ ഡ്രാഗ് ചെയ്ത് നീക്കി വെക്കേണ്ടതൊക്കെ ആയിട്ട് വരും. പക്ഷെ ഇതിൽ അതൊരു മാഗ്നറ്റിക് ടൈപ്പിലാണ്. കാരണം ഒന്ന് ഇടയിൽ നിന്ന് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ ആ ഒരു സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു ഫീച്ചർ ആയിട്ട് പറയുന്നത്. ദെൻ ഫൈനൽ കട്ട് പ്രോ ഫോർ ഐപാഡ്, അത് 2023 വരുന്നത്. ടച്ച് ബേസ്ഡ് എഡിറ്റിംഗ് ഓൺ ഐപാഡ്. അതാവുമ്പോൾ പിന്നെ നമുക്ക് മൗസിൻ്റെ ഒന്നും ഒരു പ്രത്യേക ഇതൊന്നും ആവശ്യമില്ല. ടച്ച് ബേസ്ഡ് ആയിട്ട് തന്നെ നമുക്ക് അതിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലോഞ്ചിങ് എന്ന് പറയുന്നത് 1999 പിന്നെ അതിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻസ് വരുന്നത് 2011 2023 എല്ലാം വരുന്നുണ്ട്. അഡോബ് പ്രീമിയറും ഉണ്ട്, അഡോബ് പ്രീമിയർ പ്രോയും ഉണ്ട്. നമ്മൾ ഫൈനൽ കട്ട് പ്രോയുടെ FCPയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഡിഫറെന്റ് വേർഷൻസ് ഉണ്ട്. Adobe Premiere without Pro was originally launched in December 1991 as a pioneering non-linear video editor exclusively for Macintosh computers. മാക്കിലൊക്കെ പ്രത്യേകിച്ച് മാക്കിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് കുറെ കൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ക്വാളിറ്റിയോട് കൂടി എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് അഡോബ് പ്രീമിയർ. ഇനി അത് 1991 ലോഞ്ച് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ വരുന്നത് അഡോബ് പ്രീമിയർ പ്രോ. The professional successor to the original Premiere was first released on September 23, 2003. 2003 അഡോബ് പ്രീമിയർ പ്രോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഡൗട്ട് തോന്നിയേക്കാം. നമ്മൾ ഫൈനൽ കട്ട് പ്രോ പറഞ്ഞപ്പോൾ FCP പറഞ്ഞപ്പോൾ അതില് അതിന്റെ ലാസ്റ്റ് വേർഷൻ വരുന്നത് 2023 എന്ന് പറഞ്ഞാൽ അത് ഐപാഡിനുള്ള വേർഷൻ വരുന്നതാണ് 2023. അഡോബ് പ്രീമിയർ പ്രോ 2003 തന്നെ അത് ലോഞ്ച് ചെയ്തിരുന്നു. പക്ഷെ FCP എന്ന് പറഞ്ഞിട്ട് ആ ഒരു സോഫ്റ്റ്വെയർ വരുന്നത് 1999 പിന്നെ അതിന്റെ ചെറിയ വേർഷൻസ് മാറി വരുന്നതാണ്. പ്രോ FCPയുടെ പ്രോ വരുന്നു, അത് 2011. ദെൻ ഐപാഡിന് പറ്റിയ വേർഷൻ വരുന്നതാണ് 2023. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മൾ എഴുതിയാൽ മതി. ഇപ്പോൾ FCP പ്രോ എന്ന് മാത്രമേ നമ്മളുടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ അത് ഐപാഡിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് FCP പ്രോ ആയിട്ട് വരും. കാരണം അത് ഐപാഡ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് FCP ഐപാഡ് എന്നൊരു ഓപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഈ ആൻസറിന്റെ ആ സീക്വൻസ് ക്രോണോളജിക്കൽ ഓർഡറിൽ സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരേണ്ടത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇത് പാഡിന് വേണ്ടിയിട്ടാണോ എന്നൊന്നും ചോദിച്ചിട്ടില്ല. അതിന്റെ സ്റ്റാർട്ടിങ് എന്നായിരുന്നു അല്ലെങ്കിൽ ബിഗിനിങ് ലോഞ്ച് ചെയ്ത ആ ഒരു ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. സോ അത് നമുക്ക് 1999 ആണ്. ദെൻ ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്
അഡോബ് പ്രീമിയർ പ്രോ അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 2003 ലോഞ്ച് ചെയ്തു. സോ ഈ അഡോബ് പ്രീമിയർ പ്രോയുടെ ഫസ്റ്റ് ഓപ്ഷൻ അല്ല, ലാസ്റ്റ് ആയിട്ട് അതിന്റെ ഒരു സീക്വൻസ് അറേഞ്ച് ചെയ്യുമ്പോൾ വരുന്നത് തേർഡ് ഓപ്ഷൻ ആണ്. സോ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, തേർഡ് വൺ. Then next 53, arrange in sequential order beginning from the first. ഇതൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. സ്പെഷ്യൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒട്ടുമിക്ക പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ചോദിച്ചിട്ടുള്ളതാണ്. ആക്ടുകളെ അതിന്റെ സീക്വൻഷ്യൽ ഓർഡറിൽ ബിഗിനിങ് ടു ലേറ്റസ്റ്റ് വരെയുള്ള ആ ഒരു രീതിയിൽ എഴുതുക എന്നുള്ളത്. അതിൽ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോസിലും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ അത് എപ്പോഴായിരിക്കും വരിക? ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും. ആ ഒരു ഓപ്ഷൻ എവിടെയാണോ ഉള്ളതെന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ അതാണ് ഏറ്റവും ലാസ്റ്റ് എന്നുള്ളത് അങ്ങോട്ട് മനസ്സിൽ ഉറപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഓപ്ഷനിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് ഈസി ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കാനും വളരെ ഈസി ആയിട്ടാണ് കിടക്കുന്നത്. കാരണം ഫസ്റ്റ് ഓപ്ഷൻ ഇതിൽ സെക്കൻഡ് വണ്ണിൽ മാത്രമേ കിടക്കുന്നുള്ളൂ. റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ആയിട്ടാണ് കിടക്കുന്നത്. എങ്കിൽ കൂടിയും നമുക്ക് ഓരോ ആക്ടിനെയും എടുത്തൊന്ന് പരിശോധിക്കാം. അതില് ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഇന്ത്യൻ സിനിമാറ്റോഗ്രാഫ് ആക്ട് ആണ്. സിനിമാറ്റോഗ്രാഫ് ആക്ട് 1952. This act regulates the exhibition and certification of a film in India. നമ്മൾ ഇതിനെ പറ്റി പഠിച്ചപ്പോൾ ഇതിന്റെ ഒരു സർട്ടിഫിക്കേഷനെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞതാണ് എ സർട്ടിഫിക്കറ്റ്, യു സർട്ടിഫിക്കറ്റ്, UAS സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം കൊടുക്കുന്നത് ഈ ഒരു സെൻസർ ബോർഡ് ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് സിനിമയ്ക്കൊക്കെ എക്സിബിഷനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഈ ഒരു ആക്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ സിനിമാറ്റോഗ്രാഫ് ആക്ട് വരുന്നത് 1952. Then Copyright Act 1957. While the specific year might vary depending on the jurisdiction, this act deals with the protection of intellectual property related to creative work. Intellectual property ആണ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു ബുക്ക് എഴുതി, അല്ലെങ്കിൽ അയാൾ ഒരു സിനിമ ചെയ്തു, ഒരു ഡയറക്ടർ ഒരു സിനിമ ചെയ്തു, അല്ലെങ്കിൽ ഒരു പെയിന്റർ അയാളുടേത് മാത്രമായിട്ടുള്ള ഒരു അങ്ങനെ ഒരു ചിത്രം വരച്ചു. അപ്പൊ അതിന്റെയൊക്കെ ആ ക്രിയേറ്റീവ് വർക്കിനുള്ള ആ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് അത്. അതിനുള്ള അവർക്ക് അത് ആരാണോ അതിന്റെ ക്രിയേറ്റർ അയാൾക്കായിരിക്കും അതിന്റെ കോപ്പിറൈറ്റ്. ദെൻ Prasar Bharati Act 1990. This act established Prasar Bharati, a public service broadcaster in India. അപ്പൊ ഇതിന്റെ ബേസിലാണ്, ഈ ഒരു പ്രസാർ ഭാരതി ആക്ടിൽ പറയുന്ന കാര്യങ്ങളുടെ ബേസിലാണ് ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളായിട്ടുള്ള ദൂരദർശനും ആകാശവാണിയും എല്ലാം വരുന്നതും പിന്നെ മറ്റ് ചാനലുകളെ എല്ലാം കൺട്രോൾ ചെയ്തു പോകേണ്ടതായിട്ടുള്ള ചില റൂൾസ് ഒക്കെ ഈ ഒരു ആക്ടിൽ പറയുന്നുണ്ട്. പിന്നെ കേബിൾ ടിവിക്ക് സ്പെഷ്യൽ ആയിട്ട് അതിന്റെ ആക്ട് വേറെയും വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ ആയാലും പ്രസാർ ഭാരതി കഴിഞ്ഞേ കേബിൾ ടെലിവിഷൻ ആക്ട് വരുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ ആദ്യം ദൂരദർശനൊക്കെ കണ്ട് ശീലിച്ച കാലത്തൊന്നും ഒരു കേബിൾ ടിവിയും ഇല്ല. അപ്പൊ ആ ഒരു ബേസിൽ അതിനെയും ഓർത്തു വെക്കണം. Cable TV Act 1995. This act governs the regulation of a cable television network. Then Right to Information Act 2005. This act provides the citizens with the right to access information held by the public bodies. നമുക്ക് ഏതൊരു ഗവൺമെന്റ് സ്ഥാപനത്തെ കുറിച്ചിട്ടും ഉള്ള പബ്ലിക്കിന് ആവശ്യമായിട്ടുള്ള എന്തൊരു ഇൻഫോർമേഷൻ കിട്ടാനും അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് കൊടുക്കാനും അതിൻ്റെതായിട്ടുള്ള ഗവൺമെന്റ് സർവീസസ് ഉത്തരവാദികളാണ്. അവരെ അങ്ങനെ ഓരോ സിറ്റിസണിനെ സെക്യൂർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവകാശത്തെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ടിലാണ് പറഞ്ഞിട്ടുള്ളത്. അത് വരുന്നത് 2005. സോ സെക്കൻഡ് വൺ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ 54. ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതിലെ ന്യൂസ് പേപ്പർ അതിന്റെ എഡിറ്റേഴ്സിനെയും പബ്ലിഷേഴ്സിനെയും മാച്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ബുദ്ധി പ്രകാശ്
ബംബോദിനി പത്രിക, സരസ്വതി, ഇന്ദ്രപ്രകാശ്. ഇതില് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വന്നിട്ടില്ല, മുമ്പത്തെ എക്സാംസിലൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇതിലെ ചില ഓരോന്നൊക്കെ എടുത്തിട്ട് മെയിനായിട്ട് ഇന്ദുപ്രകാശാണ് മുമ്പ് കണ്ടിട്ടുള്ളത്. ഇവിടെ ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. നമുക്ക് സെർച്ച് ചെയ്ത് നോക്കിയാലായിട്ട് മനസ്സിലാകും. ഇന്ദ്രപ്രകാശ് എന്ന് പറയുന്ന ഒരു പത്രത്തിനെ കാണാനായിട്ട് പറ്റില്ല, അതേസമയം ഇന്ദുപ്രകാശ് ഉണ്ട്. പിന്നെ ഇതിന്റെ എഡിറ്റേഴ്സിന് തന്നിരിക്കുന്നത് ഗണേശ് ശങ്കർ വിദ്യാർത്ഥി, മുൻഷി സദാ ശുക്ലാൽ, ചിന്താമണി ഘോഷ്, ഉമേഷ് ചന്ദ്ര ദത്ത. ഇപ്പൊ ഇത് മുമ്പൊന്നും വന്നിട്ട് ചോദിച്ചിട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇതിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓപ്ഷൻസ് ഉണ്ട്. എക്സ്പ്ലനേഷൻ നോക്കുകയാണെങ്കിൽ ബുദ്ധിപ്രകാശിന്റെ ആണ്, അതിന്റെ എഡിറ്റർ ആണ് മുൻഷി സദാ ശുക്ലാൽ. അതുപോലെ തന്നെ ബംബോദിനി പത്രികയുടെ ഉമേഷ് ചന്ദ്ര ദത്ത, സരസ്വതി ചിന്താമണി ഘോഷ്, ഇന്ദുപ്രകാശ് ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി. അങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നോക്കിയാല്, ബുദ്ധിപ്രകാശ് ഈസ് എ ഹിസ്റ്റോറിക് ഗുജറാത്തി മാഗസിൻ ആൻഡ് നോട്ട് എ ഡെയിലി ന്യൂസ് പേപ്പർ. ഇത് ഒരു മാഗസിൻ ആണ്. അതിൽ ന്യൂസ് പേപ്പർ എന്നാണ് അതിന്റെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. അത് ന്യൂസ് പേപ്പറോ മാഗസിനോ എന്ത് വേണേലും ആകാം, ആ ഒരു രീതിയിൽ അതിനെ കണ്ടാൽ മതി. ഇറ്റ് ട്രാൻസ്ലേറ്റ് ടു ലൈറ്റ് ഓഫ് നോളജ് and was a prominent publication in the 19th century social reform movement in Gujarat. The magazine published by the Gujarat Vernacular Society, now Gujarat Vidyasabha. അപ്പൊ ഇതിനെ അറിയപ്പെടുന്നത്, ശരിക്കും ഇതിനെ ഒരു വെർണാക്കുലർ സൊസൈറ്റി, ഗുജറാത്ത് വിദ്യാസഭയാണ് ഈ മാഗസിൻ പബ്ലിഷ് ചെയ്തിരുന്നത്. ബുദ്ധിപ്രകാശ് എന്ന് പറയുന്ന ഈ പത്രം പബ്ലിഷ് ചെയ്തിരുന്നത് ഗുജറാത്ത് വിദ്യാസഭയാണ്. പക്ഷെ ഇതിലെ ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് നോക്കുമ്പോൾ ഇതിലെ മുൻഷി സദാ ശുക്ലാൽ എന്ന് കാണാം. ദെൻ ബംബോദിനി പത്രിക വാസ് എ മന്ത്ലി ബംഗാളി ജേണൽ ആണ്. ഇതും ഒരു ന്യൂസ് പേപ്പർ എന്ന് പറയുന്നില്ല, മന്ത്ലി ബംഗാളി ജേണൽ ആണ്. പബ്ലിഷ്ഡ് ഫ്രം 1863 to 1922. അപ്പോ ഇപ്പോഴൊന്നും അതില്ല, കുറച്ചു കാലമേ ഉണ്ടായിരുന്നുള്ളൂ. Primarily focused on women's education and empowerment during the Bengal Renaissance. It was edited by Umesh Chandra Datta. ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഉമേഷ് ചന്ദ്ര ദത്തയായിരുന്നു അതിനെ എഡിറ്റ് ചെയ്തത്. Who along with the other Brahmo activists established the ബംബോദിനി സഭ. ബ്രഹ്മോ ആക്ടിവിസ്റ്റ് ആണ് ഇങ്ങനെ ഒരു ബംബോദിനി, അവര് എസ്റ്റാബ്ലിഷ് ചെയ്ത ബംബോദിനി സഭയിലൂടെയാണ് ഈ ബംബോദിനി പത്രിക വരുന്നത്. അത് ബംഗാൾ റിനൈസൻസിന്റെ, ബംഗാൾ നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ട് വുമൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനും എംപവർ ചെയ്യാനൊക്കെ ഉള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അവർ തുടങ്ങിയത്. The journal aimed to educate Bengali housewives and provide them with suitable reading material. അപ്പൊ അതില് നമുക്കിപ്പോ ഈ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എസ്സേ ഒക്കെ എഴുതുമ്പോൾ വുമൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനും അവരെ എംപവർ ചെയ്യാനും ഒക്കെ മീഡിയ എത്രമാത്രം പങ്കുവഹിക്കുന്നു എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു നാഷണൽ ലെവൽ മാഗസിനുകളെയും ന്യൂസ് പേപ്പറുകളെയൊക്കെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് മെൻഷൻ ചെയ്തു പോകാം. അതിൻ്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഹൗസ് വൈഫ്സിനെ സ്യൂട്ടബിൾ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരെ എംപവർ ചെയ്യാനായിട്ട് പാകത്തിനുള്ള ആർട്ടിക്കിളൊക്കെയാണ് ഇതിലൂടെയെല്ലാം പബ്ലിഷ് ചെയ്തിരുന്നത്. Then Saraswati. Saraswati is the name of a prominent Hindi literary magazine. ഇത് ലിറ്റററി മാഗസിൻ ആണ് സരസ്വതി. ദാറ്റ് പ്ലേഡ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് മോഡേൺ ഹിന്ദി ലിറ്ററേച്ചർ. ആൻഡ് ചിന്താമണി ഘോഷ്, ഇതിന്റെ എഡിറ്റർ ആണ് ചിന്താമണി ഘോഷ്. സരസ്വതിയുടെ എഡിറ്റർ ചിന്താമണി ഘോഷ്, ബംബോദിനി പത്രികയുടെ ഉമേഷ് ചന്ദ്ര ദത്ത. And Chintamani Ghosh was an Indian publisher and printer. He founded the Indian literature magazine Saraswati. ഇത് സ്റ്റാർട്ട് ചെയ്തത് അലഹാബാദിൽ നിന്നാണ്. ദ ഫസ്റ്റ് ഹിന്ദി മാഗസിൻ ഇൻ 1900 ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്.
and gained prominence under the editorship of Mahavir Prasad Dwivedi from 1903 to 1920. Next one, Indu Prakash. Indra Prakash എന്നാണ് തന്നിരിക്കുന്നത്, spelling mistake ആണ്. Indu Prakash was an Anglo-Marathi periodical published from Bombay in the late 1800 and early 1900. അപ്പോൾ ഒരു 100 years ഈ ഒരു periodical ഉണ്ടായിരുന്നു. Established by Vishnu Parasuram Pandit in 1862. It was published as a weekly bilingual periodical and often contained articles supporting the Indian freedom movement and criticism of the British colonial rule. അപ്പോൾ ഇത് എന്തിനെയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത്? ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റിനെയും പിന്നെ അതുപോലെ തന്നെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നു ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിനെയൊക്കെ ഇന്ദു പ്രകാശ്. അതുപോലെ ഇപ്പൊ അതിൽ കാണിച്ചിരുന്ന സരസ്വതി ഓപ്ഷൻ വന്നിരുന്ന ഒന്ന് ലിറ്റററി മാഗസിൻ ആണ്. അതിനെ മുമ്പ് നമ്മൾ കണ്ട ബംബോധിനി പത്രിക അത് വിമൺ എംപവർമെന്റിന് ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു. ബംഗാളി റെനൈൻസൻസിന്റെ ഭാഗമായിട്ടാണ് അതൊക്കെ വരുന്നത്. അപ്പൊ ഓരോന്നിനും പ്രത്യേകം ഓരോ ഒബ്ജക്റ്റീവിന്റെ ബേസിലാണ് അല്ലെങ്കിൽ ഓരോ എയിമിന്റെ ബേസിലാണ് ഇതെല്ലാം പബ്ലിഷ് ചെയ്യപ്പെട്ടിരുന്നത്. Then Ganesh Shankar Vidyarthi was an Indian journalist, a leader of the Indian National Congress and an independence movement activist. He was an important figure in the cooperation movement and the freedom movement of India, who once translated Victor Hugo's novel 93 and is mostly known as the founder editor of the Hindi language newspaper Pratap. അപ്പൊ ഇതിന്റെ ഓപ്ഷനിൽ നമുക്ക് കാണാൻ പറ്റിയ ഒരു പേരാണ് ഗണേഷ് ശങ്കർ വിദ്യാർത്ഥിയുടേത്. അദ്ദേഹത്തിനെ പറ്റി നമ്മൾ മുമ്പ് ഞാൻ ഒരു നോട്ട് തന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. നമ്മള് ചില നാഷണൽ ഇതിന്റെ പത്രങ്ങളെ പറ്റിയിട്ടൊക്കെ പഠിക്കുമ്പോൾ അതില് ഇത് വരുന്നുണ്ട്. ഗണേഷ് ശങ്കർ വിദ്യാർത്ഥിനെ പറ്റിയിട്ട് മുമ്പത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലീഡർ ആയിരുന്നു, ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിലേക്ക് ആക്ടിവിസ്റ്റ് ആയിരുന്നു, പിന്നെ അതുപോലെ തന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിലും ഫ്രീഡം മൂവ്മെന്റിലും എല്ലാം ഇദ്ദേഹത്തിന്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിക്ടർ ഹ്യൂഗോയുടെ 93 എന്ന നോവലിനെ ഇദ്ദേഹമാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തു. പിന്നീട് അതിന്റെ ഒരുപാട് ട്രാൻസ്ലേറ്റഡ് വേർഷൻസ് പലരുമായിട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. And is mostly known as the founder editor of the Hindi language newspaper Pratap. പ്രതാപ് എന്ന മറ്റൊരു ഹിന്ദി ലാംഗ്വേജ് ന്യൂസ് പേപ്പറിന്റെ ഫൗണ്ടർ എഡിറ്റർ കൂടിയാണ് ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി. സോ ഇതിലെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3. നെക്സ്റ്റ് വൺ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പർപ്പസസ്. അത് നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് മുമ്പ് ചോദിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലളിത് കലാ അക്കാദമി, സംഗീത നാടക അക്കാദമി, സാഹിത്യ അക്കാദമി, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. ഇനി ഇതിന്റെയൊക്കെ പർപ്പസ് എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് ലിസ്റ്റിൽ വരുന്നത്. പ്രൊമോട്ട് പെർഫോമിംഗ് മ്യൂസിക്, സോങ് ആൻഡ് ഡ്രാമ ആർട്ട് ഇൻ ഇന്ത്യ. അപ്പോൾ അതെന്തായിരിക്കും? മ്യൂസിക്, സോങ് ആൻഡ് ഡ്രാമ. അത് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സംഗീത നാടക അക്കാദമിയാണ്. ദെൻ പ്രൊമോട്ട് ആൻഡ് പ്രൊപ്പഗേറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇന്ത്യൻ ഫൈൻ ആർട്സ്. ഇന്ത്യൻ ഫൈൻ ആർട്സ് എന്ന് പറയുമ്പോൾ അതില് ലളിതകലാ അക്കാദമി എന്ന് പറയും. അതിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പൊ പെയിന്റിങ് അല്ലെങ്കിൽ മറ്റേ സ്കൾപ്ചർ വർക്കുകൾ, അതെല്ലാം ലളിതകലാ അക്കാദമിയുടെ കീഴിലാണ്. അതിന്റെ ഒരു പർപ്പസ് തന്നെ പ്രൊമോട്ട് ആൻഡ് പ്രൊപ്പഗേറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇന്ത്യൻ ഫൈൻ ആർട്സ് എന്നുള്ളതാണ്. ദെൻ ഡെവലപ്പിംഗ് ഇന്ത്യൻ ലിറ്ററേച്ചർ. ഇന്ത്യൻ ലിറ്ററേച്ചറിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാഹിത്യ അക്കാദമി. ദെൻ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, പ്രൊമോട്ട് ദ ഇന്ത്യൻ തിയേറ്റർ ആൻഡ് ആർട്സ്. അപ്പൊ അതിന്റെ കറക്റ്റ് ഓപ്ഷൻ നമുക്ക് ഈസി ആയിട്ട് അതിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും.
ഫസ്റ്റ് വൺ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 56. The concept of a sleeper effect in communication was developed by. ആരാണ് സ്ലീപ്പർ എഫക്റ്റ് എന്ന് പറയുന്ന ആ ഒരു തിയറി, ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് കമ്മ്യൂണിക്കേഷനിൽ? കാൾ ഹോവ്ലാൻഡ്, ജെയിംസ് ഇ ഗ്രോയിങ്, ഡേവിഡ് മൈക്കൽസൺ, വിൽബർ ഷ്രാം. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതുമായ ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പൊ ഇതിന്റെ ആൻസർ ഇപ്പോൾ തന്നെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. എങ്കിലും നമുക്ക് ഈ ഒരു ഇതിന്റെ കാൾ ഹോവാർഡിന്റെ സ്ലീപ്പർ എഫക്റ്റിനെ കുറിച്ചിട്ട് ഒന്നുകൂടി നോക്കാം. The sleeper effect, first identified by Carl Howland, is a psychological phenomenon where a message from a low credibility source can become more persuasive over time. എന്ന് പറഞ്ഞാൽ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നൊന്നും ആകില്ല ചിലപ്പോൾ ഒരു മെസ്സേജിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. അത് പിന്നീട് ഇങ്ങനെ കാലാനുസൃതമായിട്ട് ആ മെസ്സേജ് ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കും. അത് ആര് പറഞ്ഞു, എപ്പോ പറഞ്ഞു, എന്തിനു പറഞ്ഞു എന്നുള്ളതൊന്നും ഉണ്ടാവില്ല. ഒരു മെസ്സേജ് മാത്രമായിരിക്കും ഈ ഒരു എയറിൽ തങ്ങി നിൽക്കുക. Initially, people may discount or disregard the message due to their distrust of the source, but as time passes and the source is forgotten, the message itself can become more impactful and persuasive according to some studies. പല പഠനങ്ങളിലും ചില മെസ്സേജുകൾ നമ്മൾ എല്ലാവരും എഴുതിയും പറഞ്ഞും സ്പീച്ചുകളിൽ പറഞ്ഞും ക്ലാസ് എടുക്കുമ്പോഴും സെമിനാറുകളിലും ഒക്കെ പലരും പറഞ്ഞു വെക്കുന്ന ചില മെസ്സേജുകളുണ്ട്. അത് മറ്റുള്ള ആരോ പറഞ്ഞു, അല്ലെങ്കിൽ ഏതോ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇത് ആര് പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായൊരു ഇൻഫർമേഷൻ അവർക്കും തരാനായിട്ടുണ്ടാവില്ല. പക്ഷെ ആ മെസ്സേജ് അവിടെ അങ്ങനെ കളിക്കുന്നുണ്ടാകും. അത് ഏതൊരു ഫീൽഡ് എടുത്താലും ആ ഫീൽഡായിട്ടെല്ലാം ബന്ധപ്പെട്ട അത്തരത്തിലുള്ള മെസ്സേജുകളെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ വന്ന അത് ഒറിജിൻ ചെയ്ത ആ ഒരു സോഴ്സിന് ഉള്ള ഇമ്പോർട്ടൻസ് കാലങ്ങൾ ചെല്ലുന്തോറും പാസീവ് ഓഫ് ടൈമില് അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരികയും അത് സ്ലീപ്പർ എഫക്റ്റ് ആയിട്ട് മാറിയത് ആര് പറഞ്ഞു അല്ലെങ്കിൽ സോഴ്സ് എന്താണ് അതിനെ ഒന്നും ഒരു ഇമ്പോർട്ടൻസും ഉണ്ടാവില്ല. അതേസമയം ആ മെസ്സേജ് അത് വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് വളരെ പെർസ്യൂസീവ് ആയിട്ട് നിലനിൽക്കുകയും ചെയ്യും. അപ്പൊ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് കാൾ ഹോവ്ലാൻഡ് ആണ്. ഇനി നെക്സ്റ്റ് വൺ, ന്യൂസ് പേപ്പർ എഡിറ്റേഴ്സ് ആൻഡ് എഡിറ്റർ ഇൻ ചീഫ്. അതില് ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ ടൈംസ് ഇതൊക്കെ വരുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ വന്നിട്ടുള്ളത് ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. പക്ഷെ എഡിറ്റേഴ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. എഡിറ്റർ അല്ലെങ്കിൽ എഡിറ്റർ ഇൻ ചീഫ് ഒക്കെ മാറിയിട്ടുണ്ടാകും. അവരുടെ പേരൊക്കെ ആയിരിക്കും മുമ്പത്തെ ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതേ ഓപ്ഷനിലൊന്നും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. സുരേഷ് കമ്പത്ത്, സുകുമാർ രംഗനാഥൻ, രാജ്കമൽ ഝാ, പങ്കജ് ദോവൽ ഇവരെയൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഓരോന്നിന്റെയും ആരൊക്കെയാണ് കൃത്യമായിട്ടുള്ള എഡിറ്റേഴ്സ് എന്നുള്ളത് നോക്കാം. അതില് രാജ്കമൽ ഝാ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ആണ്. സുരേഷ് കമ്പത്ത് ഹിന്ദുവിന്റെ എഡിറ്റർ ആണ്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ പങ്കജ് ധോവൽ, ഹിന്ദുസ്ഥാൻ ടൈംസ് സുകുമാർ രംഗനാഥൻ. സെക്കൻഡ് വൺ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. നെക്സ്റ്റ്, what is the term used to describe the process of adjusting the time of a video clip to match the beat of a music track? നമ്മളൊരു മ്യൂസിക് ട്രാക്കിന് അനുസൃതമായിട്ട് ഒരു വീഡിയോ ക്ലിപ്പിനെ അറേഞ്ച് ചെയ്യുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ അതാണല്ലോ ഒരു ട്രെൻഡ്. ട്രെൻഡ് എന്നല്ല, സോഷ്യൽ മീഡിയ എല്ലാം നമ്മൾ എല്ലാവരും അപ്ലോഡ് ചെയ്യുന്നത് ഇൻസ്റ്റയിലായാലും FBയിലായാലും യൂട്യൂബിലായാലും എന്തിലായാലും നമ്മളൊരു വിഷ്വല് ഷൂട്ട് ചെയ്യുന്നു. അതിന് ആ മാച്ചിങ് ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് അതിനെ കണക്ട് ചെയ്തിട്ടൊക്കെയാണ് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു മ്യൂസിക് ട്രാക്കിന്റെ ബീറ്റിനനുസൃതമായിട്ട് നമ്മളൊരു വീഡിയോ ക്ലിപ്പിലെ അതിൻ്റെ ആ ഒരു ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടുന്ന ആ ഒരു പ്രോസസ് അതിനെ ഏത് പേരിലാണ് വിളിക്കുന്നത്? ടൈം കോഡ് സിങ്കിങ്, ഓഡിയോ വിഷ്വൽ സിങ്കിങ്, ബീറ്റ് മാച്ചിങ്, ക്ലിപ്പ് ട്രിമ്മിങ്. അപ്പൊ ഇതില് ടൈം കോഡായിട്ട് സിങ്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല.
നമ്മൾ ടൈം കോഡായിട്ട് എപ്പോഴാണ് സിങ്ക് ചെയ്യേണ്ടത്? അത് സാധാരണയായിട്ട് ഒരു ഡബിങ് ഒക്കെ ചെയ്യുകയാണെങ്കിലാണ് ആ ലിപ് മൂവ്മെന്റിന്റെ കറക്റ്റ് ടൈമിങ്ങിൽ നമുക്ക് ആ ഡയലോഗ് പേസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള സൗണ്ട് എഫക്റ്റുകൾ കൊടുക്കേണ്ടി വരും. ഓഡിയോ വിഷ്വൽ സിങ്കിങ്ങും ആ ഒരു ഇതിന്റെ ബേസിലാണ് വരിക. ക്ലിപ്പ് ട്രിമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമായിട്ടൊരു ബന്ധമില്ലാത്ത സാധനമാണ്. കാരണം ട്രിം ചെയ്ത് നമ്മൾ അൺവാണ്ടഡ് പോർഷനെ ട്രിം ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുന്നതാണല്ലോ അത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് മ്യൂസിക് ട്രാക്കിന്റെ ബീറ്റിനെ മാച്ച് ചെയ്തിട്ട് വീഡിയോ ക്ലിപ്പിനെ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബീറ്റ് മാച്ചിങ് ആണ്. Beat matching is a DJ technique used to synchronize the tempo of two different music tracks, making them play at the same speed. അപ്പോൾ ഡിഫറെന്റ് ട്രാക്ക് ഉണ്ടായിരിക്കും ഒരു മ്യൂസിക് ഇതിനെ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ ആ രണ്ട് ട്രാക്കിനും സെയിം സ്പീഡിൽ കൊണ്ടുവരണം, അതിൻ്റെ ബീറ്റ്സ് കൊടുക്കണം. ദിസ് ഇൻവോൾവ്സ് അഡ്ജസ്റ്റിംഗ് ദ സ്പീഡ് ഓഫ് വൺ ട്രാക്ക്, യൂഷ്വലി വിത്ത് എ പിച്ച് ഫേഡർ ടു മാച്ച് ദ ബീറ്റ്സ് പെർ മിനിറ്റ് ഓഫ് ദ അതർ ട്രാക്ക്. ഒരു ബീറ്റില് ഒരു ട്രാക്കില് അതിന്റെ പിച്ച് അനുസരിച്ചിട്ടുള്ളത് അതിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ മറ്റേ ട്രാക്കില് അതിനെ മാച്ച് ചെയ്ത ബീറ്റുകൾ കൊടുക്കേണ്ടതായിട്ട് വരും. allowing for seamless transition between songs. It is fundamental skill in DJing, essential for creating a smooth and continuous flow of music on the dance floor. Next one, so ഇതിന്റെ answer third one, beat matching. Next, with whom did G. Marconi, the inventor of radio, share the 1909 Nobel Prize in Physics? ഫിസിക്സില് മാർക്കോണിക്ക് നോബൽ പ്രൈസ് കിട്ടുന്നത് റേഡിയോയുടെ ഇൻവെൻഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. റേഡിയോയുടെ ഇൻവെൻഷനിലാണ് കിട്ടുന്നത്. അത് ആ ഒരു 1909 അദ്ദേഹവുമായിട്ട് മറ്റാരും കൂടിയാണ് ആ ഒരു നോബൽ പ്രൈസ് ഷെയർ ചെയ്തത്. ജഗദീഷ് ചന്ദ്ര ബാബു, എറിച്ച് ഫ്രോം, മക്ലർഡ് ലോ, കാൾ ഫെർഡിനാൻഡ് ബ്രാവു. ഒരു പേര് നമുക്ക് പരിചയമുള്ളതാണ്. നമ്മളതിന്റെ റേഡിയോയുടെ ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. സോ Guglielmo Marconi shared the 1909 Nobel Prize in Physics with Carl Ferdinand Braun. They were jointly awarded the prize for their contributions to the development of wireless telegraphy. Carl Ferdinand Braun. Fourth one. Next, which of the following statement about the internet are correct? ഇന്റർനെറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന 5 സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ഇതിന്റെ ഓപ്ഷൻസില് ഇതിലെ പല ഈ 5 ഏതെങ്കിലും ഒഴിവാക്കിയിട്ടൊക്കെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണെന്ന് അറിഞ്ഞാലാണ് നമുക്കത് ശരിയായ ആൻസറിനെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഓപ്ഷൻ, ഇറ്റ് ഈസ് ആൻ ഇന്റർനാഷണൽ നെറ്റ്വർക്ക് ഓഫ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. Next, the network are mostly privately in nature. It can be accessed from anywhere through the internet service provider. It is open on an international scale, which makes it difficult to protect from hackers and viruses. It is only a part of a World Wide Web. ഇതിനെയൊക്കെ ഒറ്റ നോട്ടത്തിലൊക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഇന്റർനെറ്റ് ആയിട്ട് ബേസ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് തോന്നുക. അപ്പൊ ഇതില് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ 3 എണ്ണമാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉള്ളൂ. 2 എണ്ണം ഇതിൽ നിന്ന് നമ്മൾ ഡിസ്കാർഡ് ചെയ്തേ പറ്റൂ. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 3 ഓപ്ഷനാണ് വരുന്നത്. ഇറ്റ് ഈസ് ആൻ ഇന്റർനാഷണൽ നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഇതൊരു അതിന്റെ ഒപ്പം തന്നെ തന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അതൊരു പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണെന്നുള്ളത്. ഒരു പ്രൈവറ്റേ അല്ല. ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ ഇന്റർനാഷണലി നെറ്റ്വർക്ക്ഡ് ആണ്. ഇറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ഫ്രം എനിവെയർ ത്രൂ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. നമുക്ക് ഇന്റർനെറ്റ് പല പല കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വൈഫൈ എല്ലാം. അപ്പോൾ അവരിൽ നിന്ന് ഏതൊരു സ്ഥാപനത്തിനെ നമുക്ക് എവിടെ നിന്ന് വേണേലും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും.
It is open on an international scale, which makes it difficult to protect from hackers and viruses. ഇതൊരു ഇന്റർനാഷണൽ സ്കെയിലുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ ഹാക്കേഴ്സിൽ നിന്നും വൈറസിൽ നിന്നൊക്കെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ ACD ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ ആർട്ടിക്കിൾ ആൻഡ് റൈറ്റുമാണ്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, protection in respect of conviction for offences, protection of the life and personal liberty, protection against arrest and detention. ഇതില് ചിലപ്പോ ഒരെണ്ണം മാത്രമായിട്ടൊക്കെ ആയിരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ടാവുക. ഇതേ സംഭവങ്ങൾ, ഇതേ റൈറ്റ് തന്നെ ഇതേ ആർട്ടിക്കിളുമായിട്ട് അങ്ങനെ ചോദിച്ചിട്ടില്ല. പക്ഷെ ഇതില് ഏതെങ്കിലും ഒന്നിനെ കിട്ടിയാൽ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിനെ ആൻസർ ചെയ്യാം. ഏറ്റവും ഈസി ആയിട്ടുള്ളത് ഏതാണ്? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അതിന്റെ ആർട്ടിക്കിൾ ഏതായിരിക്കും? ആർട്ടിക്കിൾ 19. അപ്പൊ ആ ഒരെണ്ണത്തിന്റെ ബേസിൽ ആൻസർ കണ്ടെത്താന്ന് വിചാരിച്ചാൽ തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ അങ്ങനെ ഒരു ചെറിയൊരു ഹിന്റ് ഇട്ട് തരുന്നതാണ്. ചിലപ്പോഴേക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ ഇതില് 3 ഓപ്ഷന്റെയും ഫസ്റ്റിലെ എക്ക് അത് കറക്റ്റ് ആയിട്ട് തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ വീണ്ടും കൺഫ്യൂഷനായി നമുക്ക് 4നെ മാത്രം മാറ്റി നിർത്തിയിട്ട് ബാക്കി 3 എണ്ണത്തിലെ ഏതാണ് കറക്റ്റ് എന്നുള്ളത് കണ്ടുപിടിക്കണം. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത് നോക്കാം. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആർട്ടിക്കിൾ 19 ആണ്. ദെൻ പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ്. കൺവിക്റ്റഡ് ആയിട്ടുള്ള ആളെ അതിന് ഒരു ശിക്ഷ കിട്ടുന്നതിന് മുമ്പായിട്ട് അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരാണ് എന്താണെന്നൊക്കെ അതിൻ്റെ ഒരു കോടതിയുടെ ഒരു ഉത്തരവ് പബ്ലിഷ് ചെയ്യുന്നത് വരേക്കും അതിനെ സീക്രട്ട് ആയിട്ട് വെക്കാനും അവരെ പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. അതാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് എ ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ആർട്ടിക്കിൾ 21. ദെൻ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ, ആർട്ടിക്കിൾ 22. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് വൺ, ഹൂ ഫൗണ്ടഡ് ദ ന്യൂസ് പേപ്പർ മലയാള മനോരമ? KC മാമൻ മാപ്പിളൈ, കണ്ടത്തിൽ വർഗീസ് മാപ്പിളൈ, KM ചെറിയൻ, C കുഞ്ഞിരാമ മേനോൻ. ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എസ്പെഷ്യലി ഇൻ ദ കേരള സ്റ്റുഡൻസ് ഇത് ഈസി ആയിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യും. ഈസി ആയിട്ട് അവർക്ക് ആൻസർ കണ്ടെത്താനായിട്ട് പറ്റും. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് ഇതിന്റെ ആൻസർ എന്നുള്ളത് നമ്മൾ കണ്ണടച്ച് അതിനെ സെലക്ട് ചെയ്യും. അതേസമയം ഇത് മലയാള മനോരമയുമായിട്ട് ബന്ധപ്പെട്ട എഡിറ്റേഴ്സിന്റെ പേര് തന്നെയാണ് ആദ്യത്തെ 3 എണ്ണത്തിലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതില് ഇത് ഹൂ ഫൗണ്ടഡ് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ആൻസർ ഓക്കെ, സെക്കൻഡ് വൺ ആണ് ആൻസർ. അതേസമയം എഡിറ്റർ ഇൻ ചീഫ് അല്ലെങ്കിൽ ഡയറക്ടറോ MDO അങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യനിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഇപ്പൊ കേരളത്തിലുള്ളവർക്കായാലും കുറച്ചൊരു സ്റ്റുഡൻസിന് അത് കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. അതേസമയം ഇത് വല്ലാതെ ഇത് ബുദ്ധിമുട്ടിപ്പിക്കുക. അതൊരു നാഷണൽ ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ മറ്റ് സ്റ്റേറ്റിലുള്ളവർക്ക് ഈ മലയാള മനോരമയും അതിന്റെ വർഗീസ് മാപ്പിളയും ഒന്നും അത്രയ്ക്ക് പരിചയമില്ലാത്തത് കൊണ്ട് അവർ ഇതിൽ ഏതിനെ സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. മാമൻ മാപ്പിളയുണ്ട്, കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുണ്ട്. അപ്പൊ ആ ഒരു പേരുകൾ തമ്മിൽ ഒരു ട്വിസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഈസി ആയിട്ട് 4ാമത്തെ ഓപ്ഷനെ ഡിസ്കാർഡ് ചെയ്യാം. സെക്കൻഡ് ഓപ്ഷൻ ആണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. എന്നാലും നമുക്ക് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. കണ്ടത്തിൽ വർഗീസ് മാപ്പിളൈ ഫൗണ്ടഡ് ദ ന്യൂസ് പേപ്പർ മലയാള മനോരമ ഇൻ 1888. ഒരു ഇയറൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കണ്ടത്തിൽ ചെറിയാൻ KC മാമൻ മാപ്പിളൈ was an Indian journalist who became editor of the Malayalam language daily. എഡിറ്റർ ആയിരുന്നു ഇദ്ദേഹം. മലയാള മനോരമ, മലയാളം ലാംഗ്വേജ് ഡെയിലി, മലയാള മനോരമ ആഫ്റ്റർ ദ ഡിമൈസ് ഓഫ് ഹിസ് പെറ്റേണൽ എങ്കിൽ കണ്ടത്തിൽ വർഗീസ് മാപ്പിളൈ. കണ്ടത്തിൽ വർഗീസ് മാപ്പിളൈ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥാനത്തേക്ക് വന്നതാണ് KC മാമൻ മാപ്പിളൈ. ഇനി KM ചെറിയാനാണെങ്കിൽ ഫോർമർ ചീഫ് എഡിറ്റർ ഓഫ് മലയാള മനോരമ, വാസ് എ പ്രോമിനന്റ് ഫിഗർ ഇൻ ഇന്ത്യൻ മീഡിയ. He was also a recipient of the Padma Bhushan and Padma Shri award. KM ചെറിയാന്
പത്മഭൂഷൺ, പത്മശ്രീ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഹി വാസ് ദ ചീഫ് എഡിറ്റർ ഓഫ് ദ മലയാള മനോരമ, which is ranked as the first in Malayalam, the fourth in India, and 11th in world in terms of circulation. സർക്കുലേഷനിലെ ഇന്ത്യയിൽ 4ാമത്തേതും വേൾഡിൽ 11th പ്ലേസിലും ഉള്ളതായിട്ടുള്ള, അല്ലെങ്കിൽ മലയാളത്തിൽ ഫസ്റ്റ്, ഇന്ത്യയിൽ 4th, ഇന്റർനാഷണൽ ലെവൽ ഓഫ് സർക്കുലേഷനിലെ 11th പൊസിഷനാണ് മലയാള മനോരമയ്ക്ക് ഉള്ളത്. Then next സി കുഞ്ഞിരാമമേനോൻ. അദ്ദേഹം എന്തിന്റെയാണ്? ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോൻ എന്ന് പറയുന്നത് ഫൗണ്ടർ എഡിറ്റർ ഓഫ് കേരള പത്രിക. കേരള പത്രിക ഫസ്റ്റ് ആൻഡ് ഏർലിയസ്റ്റ് മലയാളം ന്യൂസ് പേപ്പർ പബ്ലിഷ്ഡ് ഫ്രം കോഴിക്കോട് ഡ്യൂറിംഗ് 1885. So answer is the second one, Kandathil Varghese Mappilai. Next, the study of body movements in communication is known as. ബോഡി മൂവ്മെന്റ്സിനെ പറ്റിയുള്ള ഒരു സ്റ്റഡിക്ക് എന്താണ് പേര് പറയുന്നത് കമ്മ്യൂണിക്കേഷനിൽ? ലിംഗ്വിസ്റ്റിക്, ഹാപ്റ്റിക്സ്, പ്രാഗ്മാറ്റിക്സ്, കൈനസിക്സ്. ഇത് പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. കൈനസിക്സ് ആണ് ഇതിന്റെ ഒരു ആൻസർ വരുന്നത്. കൈനസിക്സ് ഈസ് ദ ഇന്റർപ്രിറ്റേഷൻ ഓഫ് ബോഡി കമ്മ്യൂണിക്കേഷൻ സച്ച് ആസ് ഫേഷ്യൽ എക്സ്പ്രഷൻ ആൻഡ് ജസ്റ്റേഴ്സ്. Non-verbal behavior related to the movement of any part of the body or the body as a whole. നമ്മൾ ഒന്നും മിണ്ടാതിരുന്നാലും നമ്മളുടെ ജസ്റ്റേഴ്സും ഫേഷ്യൽ എക്സ്പ്രഷനും നോൺ വെർബൽ ബിഹേവിയറും എല്ലാം നമ്മളുടെ ഉള്ളിലുള്ള കാര്യം എന്താണെന്ന്, നമ്മളുടെ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ളത് എന്താണ്, നമ്മുടെ റെസ്പോൺസ് എന്താണ് എന്നുള്ള കാര്യത്തിനെ റിവീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് സ്റ്റഡി ഓഫ് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് നോൺ ആസ് കൈനസിക്സ്. ലിംഗ്വിസ്റ്റിക് മീൻസ് ലാംഗ്വേജുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഹാപ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ടച്ചുമായിട്ട്, നമ്മളുടെ ഓരോ സ്പർശനങ്ങൾക്കും ഓരോ മീനിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അതുമായിട്ടാണ് ബന്ധപ്പെട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ ഫിലിം ഡയറക്ടേഴ്സ് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ഡയറക്ടിംഗ് ദ ഫിലിം ദ ലഞ്ച് ബോക്സ് ഇൻ 2013, വിച്ച് വാസ് പ്രീമിയേർഡ് അറ്റ് ദ കാൻസ് ഫിലിം ഫെസ്റ്റിവൽ. കാൻസ് ഫിലിം ഫെസ്റ്റിവലിലെ 2013 വന്ന ലഞ്ച് ബോക്സ് എന്ന സിനിമ ഡയറക്റ്റ് ചെയ്തത് ആരാണ്? അനുരാഗ് കശ്യപ്, ദിബാകർ ബാനർജി, ഹൃദേശ് ബത്ര, വിക്രമാദിത്യ മൊട്ട്വാനി. ഇതില് ഹൃദേശ് ബത്രയാണ് ഇതിന്റെ ആൻസർ. ഹൃദേശ് ബത്ര ഈസ് ആൻ ഇന്ത്യൻ ഫിലിം ഡയറക്ടർ ആൻഡ് സ്ക്രീൻ റൈറ്റർ. Batra's Hindi language debut feature film The Lunchbox premiered at the 2013 Cannes Film Festival and won the Rail Deer. Batra also won the Toronto Film Critics Association Award for the Best First Feature Film in 2014. So answer is Hridesh Batra. Next is 65. Media and ownership. 4 News, Newsline Cinema, Viacom, ABC. Ownership, Walt Disney Company, Warner Brothers, Rupert Murdoch, Paramount Pictures. ഇത് മുമ്പ് ചോദിച്ചിട്ടൊന്നുമില്ല ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഓരോന്നിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതില് 4 News ആണ്, റൂപ്പർട്ട് മർഡോക്കിൻ്റെതാണ് 4 News. Newsline Cineman, Warner Brothers, Viacom, Paramount Pictures, ABC, Walt Disney Company. ഇതിൻ്റെയാണ് ഓരോ മീഡിയയും അതിൻ്റെ ഫൗണ്ടേഴ്സുമാണ്. സെക്കൻഡ് വൺ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, which of the following Indian film movements emphasize the use of social conscious themes, realistic storytelling and location shooting to create a new kind of cinema? ഇതിലെ പലതരത്തിലുള്ള സിനിമയെ കുറിച്ചിട്ടാണ് ഇതിന്റെ ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഇന്ത്യൻ ന്യൂ വേവ്, പാരലൽ സിനിമ, ബോളിവുഡ് മസാല, റീജിയണൽ സിനിമ. ഇതെല്ലാം പല ജോൺറയിലുള്ള സിനിമാസ് ആണ്. അപ്പൊ ഇതിലെ ഏത് ടൈപ്പ് സിനിമയാണ് അല്ലെങ്കിൽ ഏത് തരം
ഇന്ത്യൻ ഫിലിം മൂവ്മെന്റ് ആണ് എംഫസൈസ് ദ യൂസ് ഓഫ് സോഷ്യൽ കോൺഷ്യസ് തീംസ്. റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് പറയുന്നത് അതേ ലൊക്കേഷനിൽ പോയിട്ട് ഷൂട്ട് ചെയ്യുന്നു, സോഷ്യൽ കോൺഷ്യസ് ആയിട്ടുള്ള തീംസ് എടുക്കുന്നു. അതെല്ലാം ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് സിനിമയാണ്? ഇന്ത്യൻ ന്യൂ വേവിലൊക്കെ എന്തെല്ലാമാണ് ഡിസ്കസ് ചെയ്തിരുന്നത്? ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വന്ന ആ ഒരു മൂവ്മെന്റ് ആണ്. പാരലൽ സിനിമ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. റീജിയണൽ സിനിമ ഇതുമായിട്ടൊക്കെ അത്രയൊന്നും ഒരു കൊമേഴ്സ്യൽ സക്സസ് അല്ലാത്ത സംഭവങ്ങളാണ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് തേർഡ് വൺ ആണ്, ബോളിവുഡ് മസാലയാണ്. അതിലാണ് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വരുന്നത്, കറക്റ്റ് ആയിട്ട് വരുന്നത്. ഐഡന്റിഫൈ ദ വേൾഡ്സ് ഓൾഡസ്റ്റ് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ്. ഇതിൽ ഏതാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ്? കൊളംബിയ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം CBS, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ BBC, അമേരിക്കൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ABC, നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി NBC. അല്ലെ, നമുക്കറിയാം, പലവട്ടം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കറക്റ്റ് ആൻസർ ഈസ് സെക്കൻഡ് വൺ. ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ BBC is a British public service broadcaster established in 1922 as the British Broadcasting Company. It evolved into the BBC in 1929-27. The BBC is one of the world's oldest and largest broadcasting organizations, operating both domestically and internationally. Next one, identify the correct statement from the following. ഇനി പറയുന്നതിലെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? Yahoo was originally called Swift Guide to World Wide Web. AI systems has the ability to initiate a thought and evaluate a reasoning. Instagram facilitates the use of one of the 11 different filters to enhance photo quality. Origins of Snapchat began as an earlier app known as Peekaboo. ANN, Artificial Neural Network, is based on the Biological Neural Network. അപ്പൊ ഇതില് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് എന്നാണ് കണ്ടെത്താനുള്ളത്. 5 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. അതിൽ 2 എണ്ണം റോങ് ആണ്. അതിൽ 3 സ്റ്റേറ്റ്മെന്റ് മാത്രമേ കറക്റ്റ് ആയിട്ട് ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതില് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ കറക്റ്റ് ആൻസർ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 എണ്ണം റോങ് ആയിട്ടാണ് വരുന്നത്. കറക്റ്റ് അല്ല സ്റ്റേറ്റ്മെന്റ്. അതില് പറയുന്നത് നമ്മുടെ യാഹു ഒരു സ്വിഫ്റ്റ് വേൾഡ് വൈഡ് വെബിന് ഒരു സ്വിഫ്റ്റ് ആയിട്ടാണ് ഇതിനെ യൂസ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല. പിന്നെ AI റീസണിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് പറയുന്നത്, നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നു അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രോംപ്റ്റ് ചെയ്യണതിന്റെ രീതിക്ക് അനുസരിച്ചിട്ടാണ് അത് നമുക്ക് അതിന്റെ റിസൾട്ട് തരുന്നത്. അപ്പൊ അതിന് സ്വന്തമായിട്ട് റീസണിങ് ടാലന്റോ അല്ലെങ്കിൽ അതിനുള്ള ഒരു കഴിവൊന്നുമില്ല. അപ്പൊ പിന്നീട് വരുന്ന 3 സ്റ്റേറ്റ്മെന്റ്സ്, ഇൻസ്റ്റാഗ്രാം 11 ഡിഫറെന്റ് ഫിൽറ്റേഴ്സ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോട്ടോ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ. പിന്നെ ഒറിജിൻ ഓഫ് സ്നാപ്ചാറ്റ്, അത് ഏർലിയർ ആപ്പ് ആയിട്ടുള്ള പിക്കാബുവിന്റെ ഒരു ഡെവലപ്ഡ് വേർഷൻ ആണ് ഈ സ്നാപ്ചാറ്റിൽ വരുന്നത്. പിന്നെ ANN, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്, ഈസ് ബേസ്ഡ് ഓൺ ദ ബയോളജിക്കൽ ന്യൂറൽ നെറ്റ്വർക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ANN വർക്ക് ചെയ്യുന്നത്. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ C, D and E. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ക്യൂ ഷീറ്റ് ഇൻ റേഡിയോ പ്രോഗ്രാം പ്രൊഡക്ഷൻ? റേഡിയോ പ്രോഗ്രാം പ്രൊഡക്ഷന്റെ സമയത്ത് എന്താണ് ക്യൂ ഷീറ്റിന്റെ പർപ്പസ്? To prepare the list of songs to be played during the program. ആ പ്രോഗ്രാമിലെ ഏതെല്ലാം സോങ്സ് പ്ലേ ചെയ്യണം എന്നുള്ളത്. To document the detailed list of the entire പ്രോഗ്രാമിനെ പറ്റിയുള്ള ഒരു ഡോക്യുമെന്റ്. To prepare the list of advertisement to be aired. To prepare the list of jingles to be aired. അപ്പൊ ഇതിലെ എല്ലാ കാര്യങ്ങളും തന്നെ വരുന്നുണ്ട്. സോ ഇതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ അതില്
A cue sheet is a list of all the music contained in a particular audio-visual production, like a film or television program. It is the primary source of how the usage in a production should be allocated to the different music used. So, ഇതില് മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക് അല്ലെങ്കിൽ പ്രോഗ്രാം ആണെങ്കിൽ പ്രോഗ്രാം. അപ്പോൾ നമ്മൾ അതിൽ ആ ഒരു ഏത് ടൈമിൽ എന്തെല്ലാം കാണിക്കണം അല്ലെങ്കിൽ എന്തെല്ലാം പറയണം അതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് ലിസ്റ്റ് തന്നെയാണ് ക്യൂ ഷീറ്റ്. ടു ഡോക്യുമെന്റ് ദ ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓഫ് ദ എൻറ്റയർ പ്രോഗ്രാം. അതിൽ മ്യൂസിക് മാത്രമല്ല വരുന്നത്, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ക്രിപ്റ്റ്, മറ്റു കാര്യങ്ങൾ അതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് 70th ക്വസ്റ്റ്യൻ. With whom does the gaffer closely work with during production? പ്രൊഡക്ഷന്റെ സമയത്ത് ഗാഫർ എന്തുമായിട്ട് അല്ലെങ്കിൽ ആരുമായിട്ടാണ് ക്ലോസ്ലി വർക്ക് ചെയ്യുന്നത്? ഫ്ലോർ മാനേജർ, സ്പോട്ട് ബോയ്, ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി, കോസ്റ്റ്യൂം ഡിസൈൻ. ഈ ഗാഫർ എന്ന് പറയുമ്പോൾ അത് ഹെഡ് ഓഫ് ദ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഗാഫർ ദ ഹെഡ് ഓഫ് ദി electrical department primarily works on the director of photography. DOP-യുമായിട്ടാണ് അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫറുമായിട്ടാണ് അത് റിലേറ്റ് ചെയ്ത് വരുന്നത് അല്ലെങ്കിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത്, ക്ലോസ് ചെയ്ത് നിൽക്കുന്നത്. ആൻഡ് ദ കീ ഗ്രിപ്പ് during film production. They also collaborate with their own team of electricians, often called as spark or juicers. അപ്പൊ ഈ ഒരു പേരും ഈ ഒരു ടെർമിനോളജി ഓർത്ത് വെക്കുക. സ്പാർക്ക് അല്ലെങ്കിൽ ജൂയിസേഴ്സ് എന്ന് പറയും. ആരെ? ടീം ഓഫ് ഇലക്ട്രീഷ്യൻസിനെയാണ് പറയുന്നത്. ഈ ഒരു പ്രൊഡക്ഷന്റെ ടൈമിലുള്ള ടീം ഓഫ് ഇലക്ട്രീഷ്യൻസ്. ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദ പ്രോജക്ട് മേ ഓൾസോ ഇന്ററാക്ട് വിത്ത് ദ ഡയറക്ടർ, പ്രൊഡ്യൂസർ ആൻഡ് അതർ ക്രൂ മെമ്പേഴ്സ്. അപ്പോ gaffer closely work with during the production with the director of photography. Who was the founder of Netflix? Netflix ന്റെ founder Nori Okha and Alan Turing, Michael Markula and Alan McLean, Steve Wozniak and David Randolph, Reed Hastings and Mark Randolph. Correct answer Reed Hastings ആണ്. Netflix was co-founded by Reed Hastings and Mark Randolph in 1997. They initially launched the company as a DVD rental by mail service in Scott Valley, California. Reed Hastings and Mark Randolph. ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. Arrange the following in sequential order. റിവ്യൂ എക്സിസ്റ്റിംഗ് റിസർച്ച്. നമ്മൾ ഇത് പലവട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളൊരു റിസർച്ച് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ, തിസിസ് തയ്യാറാക്കുമ്പോഴൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഓരോ കാര്യങ്ങളെ അറേഞ്ച് ചെയ്യേണ്ടത്, ഫസ്റ്റ് ആദ്യം എന്താണ് ചെയ്യേണ്ടത്, പിന്നെയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാനാണ്. റിവ്യൂ എക്സിസ്റ്റിംഗ് റിസർച്ച്, ഡെവലപ്പ് ഹൈപ്പോത്തിസിസ്, ഡിറ്റർമൈൻ അപ്രോപ്രിയേറ്റഡ് മെത്തഡോളജി, അനലൈസ് ആൻഡ് ഇന്റർപ്രറ്റ് ദ റിസൾട്ട്, കളക്ട് റെലവന്റ് ഡാറ്റ. അപ്പൊ ഇത് നമുക്ക് നോക്കാം. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനിലേക്ക് ഈ 5 എണ്ണത്തിനെ നമ്മൾ കൊണ്ടുവരണം. സീക്വൻഷ്യൽ ഓർഡർ ആക്കുമ്പോൾ ഫസ്റ്റ് റിവ്യൂയിങ് എക്സിസ്റ്റിംഗ് റിസർച്ച്, അതാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ വരുന്നത്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിസർച്ച് മെറ്റീരിയൽസ് എല്ലാം നമ്മൾ റിവ്യൂ ചെയ്യുക. ദെൻ ഡെവലപ്പ് ഹൈപ്പോത്തിസിസ്, ഡിറ്റർമൈൻ അപ്രോപ്രിയേറ്റ് മെത്തഡോളജി. നമ്മളുടെ ഹൈപ്പോത്തിസിസിനെയൊക്കെ സ്റ്റേറ്റ് ചെയ്യാൻ പാകത്തിന് ഏത് മെത്തഡോളജിയാണോ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ തീരുമാനിക്കുക. കളക്ട് ആ ഒരു മെത്തഡോളജി ഉപയോഗിച്ച് ഡാറ്റ കളക്ട് ചെയ്യുക. അനലൈസ് ആൻഡ് ഇന്റർപ്രറ്റ് ദ റിസൾട്ട്. ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ എ സീക്വൻഷ്യൽ മാനർ ബിഗിനിങ് ഫ്രം ദ ഫസ്റ്റ്. ആദ്യം എന്താണോ സ്റ്റാർട്ട് ചെയ്തത് അതിന്റെ ഒരു ബേസിൽ സീക്വൻഷ്യൽ അറേഞ്ച് ചെയ്യുക. ഇന്റർനെറ്റ് ലോഞ്ച്ഡ്, വേൾഡ് വൈഡ് വെബ് ഡെവലപ്ഡ്, ഫേസ്ബുക്ക് ലോഞ്ച്ഡ്, Internet Protocol TV start, personal computer developed. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും. ഈസി ആയിട്ട് നമുക്ക് സീക്വൻഷ്യൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ച് നോക്കുമ്പോൾ ഇതില് ആൻസർ എങ്ങനെയാണ് വരുന്നത്?
ഫസ്റ്റ് തന്നെ നമ്മളുടെ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തു 1975. ദെൻ പിന്നെയാണ് ഇന്റർനെറ്റ് വരുന്നത്. ആ ഇന്റർനെറ്റിന്റെ ബേസിൽ അതിനെ 83-ല് ഇന്റർനെറ്റ് ലോഞ്ച് ചെയ്യുന്നു. 89-ലാണ് വേൾഡ് വൈഡ് വെബ് WWW വരുന്നത്. ദെൻ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ TV സ്റ്റാർട്ട് 90s-ല്. ഫേസ്ബുക്ക് ഒക്കെയാണ് ലാസ്റ്റ്. സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലാണല്ലോ. അപ്പൊ അങ്ങനെ ലാസ്റ്റ് ഫേസ്ബുക്ക് വരും. തേർഡ് വൺ ആണ് കറക്റ്റ് ആൻസർ. Next, 74. Which of the following is true about compression and encoding scheme known as Motion Picture Expert Group 4, MPG4? ഇതിൽ പറയുന്നത് നമ്മളൊരു മോഷൻ പിക്ചറിനെ അതിനെ MPG ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ, അതിനെ കംപ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എൻകോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആ സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ്, ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഇറ്റ് റെഡ്യൂസസ് ദ എമൗണ്ട് ഓഫ് ഡാറ്റ ടു അബൌട്ട് 80% ഓഫ് ദ ഒറിജിനൽ വൺ. നമ്മളൊരു ഒരു ഫയലിനെ കംപ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എൻകോഡ് ചെയ്യുമ്പോഴൊക്കെ അതിന്റെ ഒറിജിനലിൽ നിന്നും 80% ഡാറ്റയൊക്കെ റെഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ അതെന്തായാലും ആ ഫസ്റ്റ് ഓപ്ഷൻ വരുന്നേ ഇല്ല. പിന്നെ MPG4 was historically the dominant industry standard for internet video streaming. MPG4 is the industry standard for satellite television broadcast. MPG4 audio format can be sent and received easily. MPG4 format need lesser bandwidth space. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് വരുന്നത്? ആദ്യത്തെ ഒഴിച്ച് ബാക്കി 4 എണ്ണവും കറക്റ്റ് ആണ്. അതില് എക്സ്പ്ലനേഷൻ തന്നേക്കണേൽ ഇത് റോങ് ആണ്. ഈ ഒരു ഓപ്ഷൻ ഒഴിവാക്കിയിട്ട് ബാക്കി 4 കറക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇതിന് നമുക്ക് ലെസർ ബാൻഡ് വിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫോർമാറ്റിലേക്ക് കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാനായിട്ട് അധികം ഡാറ്റയുടെ ഒന്നും ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ ഏതൊരു ഫോർമാറ്റിലും ഇത് റിസീവ് ചെയ്യാനായിട്ട് ഓഡിയോ ആയാലും വീഡിയോ ആയാലും ഒക്കെ ഈ ഒരു ഫോർമാറ്റിലേക്ക് അയച്ചു കഴിഞ്ഞാൽ റിസീവ് ചെയ്യാനായിട്ടൊക്കെ എളുപ്പമാണ്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 75 ക്വസ്റ്റ്യൻ നമ്പർ ന്യൂസ് പേപ്പർ ആൻഡ് പ്ലേസ് ഓഫ് പബ്ലിക്കേഷൻ. പ്രതാപ്. ഈ പ്രതാപ് എന്നുള്ള പത്രത്തിന് നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. മറ്റേ ഗണേശ് ശങ്കർ വിദ്യാർത്ഥിനെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം ഫൗണ്ട് ചെയ്തതാണ്, ഇതിന്റെ ഫൗണ്ടർ എഡിറ്റർ ആണെന്ന് പറഞ്ഞു പ്രതാപിന്റെ. ദൈനിക് ഭാസ്കർ, രാഷ്ട്രീയ സഹാര, അമർ ഉജാല, ഇതൊക്കെ എവിടെയാണ് ഇതിന്റെ പബ്ലിക്കേഷൻ? ആഗ്ര, ലക്നൗ, കാൺപൂർ, ഭോപ്പാൽ. അപ്പൊ അതിന്റെ കറക്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ പ്രതാപ് കാൺപൂർ 1990, ദൈനിക് ഭാസ്കർ 1958 ഭോപ്പാൽ, രാഷ്ട്രീയ സഹാര ലക്നൗ 1991, അമർ ഉജാല ആഗ്ര 1948. ഇതേ ക്വസ്റ്റിനെ നമുക്ക് ക്രോണോളജിക്കൽ ഓർഡറിൽ അതിന്റെ സ്റ്റാർട്ട് ചെയ്ത് ബിഗിനിങ് ഡേറ്റ് അനുസരിച്ച് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആൻസർ വരിക? അതില് ഫസ്റ്റ് വരുന്നത് പ്രതാപാണ് 1990, അതിനുശേഷം അമർ ഉജാല വരുന്നു 1948. ഇത് വന്നു. നെക്സ്റ്റ് ദൈനിക് ഭാസ്കർ, ഇത് തേർഡ് സീക്വൻസ് ആയിട്ട് വരുന്നു. രാഷ്ട്രീയ സഹാര, ഇതാണ് നമ്മുടെ ഫോർത്ത് ഓപ്ഷൻ ആയിട്ട്. അപ്പൊ അങ്ങനെയും ചോദിക്കാം ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് അതിന്റെ ഒരു പ്ലേസ് മാത്രമല്ല അതിന്റെ ഒരു ഇയറും കൂടി ഇതിൽ നോട്ട് ചെയ്ത് തന്നിരിക്കുന്നത്. സോ തേർഡ് വൺ ആണ് അതിന്റെ ഒരു കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. സോ അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റ് 25 ക്വസ്റ്റ്യൻസ് മാത്രമേ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇനിയും നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് 75 ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്യാം. എല്ലാ ആൻസറും പുതുതായിട്ടുള്ളത് കൂടുതൽ നന്നായിട്ട് പഠിക്കുക, കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. പിന്നീടുള്ളത് അപ്പൊ റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ളതാണെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം അതെല്ലാം വീണ്ടും വീണ്ടും പല ടൈപ്പിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യനും
സെയിം ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് തന്നെ നോട്ട് ചെയ്ത് നെക്സ്റ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.